ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടം കാണാൻ ശതകോടീശ്വരന്മാരുമായി സഞ്ചരിച്ച ടൈറ്റൻ ജലപേടകത്തിന്റെ യാത്ര ദുരന്തമായി അവസാനിച്ചതായി സ്ഥിരീകരണം. പേടകത്തിലുണ്ടായിരുന്ന 5 പേരും മരിച്ചതായി US കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. മുങ്ങിക്കിടക്കുന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങളുടെ സമീപത്ത് നിന്ന് ടൈറ്റന്റെ യന്ത്രഭാഗങ്ങൾ കണ്ടെത്തുകയായിരുന്നു. വിവരങ്ങളുമായി ആൻസില റേച്ചൽ സണ്ണി ചേരുകയാണ്. ആൻസില, ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നിരുന്നു ലോകം ഈ 5 പേരുടെ തിരിച്ചുവരവിന് വേണ്ടി. പക്ഷേ ഇന്നലത്തോടുകൂടി ആ ഒരു പ്രതീക്ഷ അവസാനിച്ചിരിക്കുന്നു. ഈ 5 പേരും മരിച്ചിരിക്കുന്നു എന്ന സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അൻസില? ഭദ്ര, തീർച്ചയായും ലോകത്തിന്റെ പ്രാർത്ഥനകൾക്കും കാത്തിരിപ്പുകൾക്കും എല്ലാം വിഫലം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ ഏകദേശം 1:15 ഈ ടൈറ്റൻ മുങ്ങിക്കപ്പലിന്റെ ഉടമസ്ഥരായ ഓഷ്യൻ ടൈറ്റൻസ് സ്ഥിരീകരണവുമായി വന്നിട്ടുണ്ടായിരുന്നത്. സ്ഥിരീകരണത്തിൽ പറയുന്നത് ഈ ടൈറ്റൻ മുങ്ങിക്കപ്പൽ ഒരു സ്ഫോടനത്തിലൂടെ തകർന്നതായാണ് ഇപ്പോൾ അവർ കണക്കാക്കുന്നത്. 5 പേരും ഈ സ്ഫോടനത്തിൽ തന്നെ മരണപ്പെട്ടതായും കണക്കാക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇവർക്ക് ഇന്നലെ കൂടെ മാത്രമേ ഓക്സിജൻ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ മുങ്ങിക്കപ്പൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്സിജൻ ആകെ അവശേഷിക്കുന്നുണ്ടായിരുന്നത് ഒരു 96 മണിക്കൂറത്തേക്കുള്ള ഓക്സിജൻ മാത്രമായിരുന്നു ഈ മുങ്ങിക്കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ ഓക്സിജൻ തീരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ ഇവർക്ക് വേണ്ടി നടന്നിട്ടുണ്ടായിരുന്നു. ഈ തിരച്ചിലിന് അവസാനം എന്ന് പറയുന്നത് ഇവരുടെ മരണവാർത്തയായിട്ടാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും 5 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മുങ്ങിക്കപ്പലായിരുന്നു ഈ ടൈറ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് റിയർ അഡ്മിറൽ ജോൺ മോഗറാണ് ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കടലിനടിയിലുണ്ടായ ശക്തമായ മർദ്ദത്തിൽ പേടകം ഉൾവലിഞ്ഞ് പൊട്ടിയതാകാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2021-ലും 2022-ലും ഇത്തരത്തിൽ ടൈറ്റാനിക്കിന്റെ രഹസ്യങ്ങൾ തേടിയുള്ള യാത്രയിൽ പങ്കുവഹിച്ചതായിരുന്നു ഈ ടൈറ്റൻസ്. അന്നൊന്നും പ്രശ്നമുണ്ടാകാതിരുന്ന ഈ ടൈറ്റൻസ് ആണ് 2023-ലെ ഈ യാത്രയിൽ ഇത്തരത്തിൽ സ്ഫോടനത്തിലൂടെ തകർന്നിട്ടുണ്ടായിരുന്നത്. സബ്മറൈൻ യാത്ര തുടങ്ങി ഞായറാഴ്ചയായിരുന്നു ഇത്തരത്തിൽ സബ്മറൈൻ യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ സബ്മറൈൻ യാത്ര ആരംഭിച്ച ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ മദർഷിപ്പുമായിട്ടുള്ള ബന്ധം ഈ ടൈറ്റൻസിന് നഷ്ടപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ മുങ്ങിക്കപ്പലിൽ നിന്ന് ഉണ്ടായതാകാം എന്ന് കരുതിയുള്ള ശബ്ദശകലങ്ങളൊക്കെ ഈ രക്ഷാപ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ടായിരുന്നു, ഇവർ ജീവനോടെ ഉണ്ടാകുമെന്ന്. അതിനാൽ തന്നെ വ്യാപകമായുള്ളൊരു തെരച്ചിൽ, പ്രത്യേകിച്ച് ഈ തെരച്ചിൽ അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളുടെ സേനാ വിഭാഗങ്ങളെല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ തിരച്ചിലെല്ലാം വിഫലമാവുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. എന്തായാലും ലോകത്തിന്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് ദുരന്ത വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടം കാണാൻ പോയ ശതകോടീശ്വരന്മാരുടെ സംഘം സഞ്ചരിച്ച ടൈറ്റൻ ജലപേടകം പൊട്ടിത്തെറിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 5 പേരും മരിച്ചിരിക്കുന്നു എന്ന സ്ഥിരീകരണവും അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ടൈറ്റാനിക് കപ്പൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പലിൻ്റെ നിഗൂഢത അന്വേഷിക്കാൻ പോയതായിരുന്നു സംഘം. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻസില റേച്ചൽ സണ്ണി.